ഫ്രണ്ട്സ്, വെൽക്കം ടു 100 ഡേ സ്റ്റഡി ചലഞ്ച്. നമ്മുടെ സ്റ്റഡി ചലഞ്ചിന്റെ 32ാമത്തെ ദിവസമാണ് ഇന്നും ആർട്സ് തന്നെയാണ് നോക്കുന്നത്. ഇന്നലെ നമ്മുടെ ക്ലാസിന്റെ ഇടയിൽ വീഡിയോ കട്ടായി പോയിരുന്നു. അതിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നോക്കുന്നത്. ഇന്നലെ വടക്കൻ പാട്ടുകളെ കുറിച്ചായിരുന്നു നോക്കിയിരുന്നത്. പുത്തൂരം പാട്ട്, തച്ചോളിപ്പാട്ട് തുടങ്ങിയ വടക്കൻ പാട്ടുകൾ എന്ന ഭാഗം വരെയാണ് നോക്കിയത്. ഇനി അതിന്റെ ബാക്കി നോക്കാം. തൃശൂർ ജില്ലയിലെ അഷ്ടമിച്ചിറയിൽ കാട്ടിക്കരക്കുന്ന് ദേശത്ത് താമസിച്ചിരുന്ന നാടൻപാട്ട് കലാകാരനാണ് കണ്ണൻ മുത്തൻ. ഉള്ളൂർ എസ് അയ്യരുടെ കേരള സാഹിത്യ ചരിത്രത്തിൽ ഗാനപാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഓലയുടെയും നാരായത്തിന്റെയും ഒത്താശ കൂടാതെ പ്രചരിക്കുന്ന നാടോടി പാട്ടുകളെ ദേവതാ പൂജ, വീരപുരുഷാരാധന, വിനോദം, ശാസ്ത്രം, കുലവൃത്തി, സദാചാരം എന്നീ വിഷയങ്ങളിലായി 6 തരത്തിലാണ് വിഭജിച്ചു കാണുന്നത്. ഇത്തരം വിഭജനങ്ങൾക്ക് ഏറെ പരിമിതികൾ ഉള്ളതിനാൽ ഡോക്ടർ M.V. വിഷ്ണു നമ്പൂതിരി നാടൻ പാട്ടുകളെ 4 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് വംശീയ അഥവാ സാമുദായിക പാട്ടുകൾ, രണ്ടാമത്തേതാണ് അനുഷ്ഠാന പാട്ടുകൾ, 3 വിനോദ പാട്ടുകൾ, 4 പണിപ്പാട്ടുകൾ. ഇനി വംശീയ പാട്ട് നോക്കാം. വംശീയ അഥവാ സാമുദായിക പാട്ടുകളിൽ അവ കൈകാര്യം ചെയ്യുന്ന സമുദായത്തിന്റെ സാംസ്കാരികവും ഭാഷാപരവുമായ പ്രത്യേകതകൾ കാണാൻ സാധിക്കും. ഉദാഹരണം പുള്ളുവൻ പാട്ട്, വേലർ പാട്ട്, മലയർ പാട്ട്, ബ്രാഹ്മണി പാട്ട്, പുലയർ പാട്ട്, മാപ്പിളപ്പാട്ട് ഇവയൊക്കെ സാമുദായിക പാട്ടുകൾക്ക് ഉദാഹരണമാണ്. ഇത് നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാട്ടാണ് പുള്ളുവൻ പാട്ട്, അതുപോലെ മാപ്പിളപ്പാട്ടൊക്കെ. അവ നോക്കാം. പുള്ളുവൻ പാട്ട് കേരളത്തിന്റെ തനത് പാരമ്പര്യത്തിന്റെ ഭാഗവും പ്രാചീനവുമായ നാടൻ പാട്ട് സംസ്കാരത്തിൽ വേറിട്ടു നിൽക്കുന്ന ഒരു സംഗീത ശാഖയാണ് പുള്ളുവൻ പാട്ട്. ഒരു അനുഷ്ഠാന കലയായി പുള്ളുവൻ പാട്ട് നിലനിൽക്കുന്നു. പുള്ളുവക്കുടവും പുള്ളുവ വീണയും ആണ് ഇതിലെ പ്രധാന വാദ്യോപകരണങ്ങൾ. അടുത്തതാണ് മാപ്പിളപ്പാട്ട്. കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ രൂപം കൊണ്ട സംഗീത ശാഖയാണ് മാപ്പിളപ്പാട്ട്. അറബി മലയാളത്തിലെ സാഹിത്യമായാണിത് രൂപം കൊണ്ടത്. ജനകീയതയും സംഗീതാത്മകതയുമാണ് മാപ്പിളപ്പാട്ടിന്റെ പ്രത്യേകതകൾ. മലബാർ മുസ്ലിങ്ങളുടെ തനതു ഭാഷയായ അറബി മലയാള സാഹിത്യത്തിലെ പദ്യ വിഭാഗമാണ് മാപ്പിളപ്പാട്ട്. മാപ്പിളമാരുടെ ജീവിതത്തെയും സംസ്കാരത്തെയും ആചാര സവിശേഷതകളും പ്രതിഫലിക്കുന്ന പദ്യവിഭാഗമാണ് മാപ്പിളപ്പാട്ട്. താളപ്രധാനവും പ്രാസനിബന്ധവുമായ മാപ്പിളപ്പാട്ടിലെ മറ്റൊരു പ്രത്യേകതയാണ് ശൃംഗാരരസം. ഇനി മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും ഫേമസ് ആയ വ്യക്തിയാണ് മോയിൻകുട്ടി വൈദ്യര്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ബദറുൽ മുനീർ ഉസ്നുൽ ജമാൽ എന്ന കൃതി. ഇനി അടുത്തതാണ് കപ്പപ്പാട്ട്. മാപ്പിളഗാന സാഹിത്യ ശാഖയിൽ വേറിട്ടൊരു അധ്യായം തീർത്ത മഹാകാവ്യമാണ് കുഞ്ഞായിൻ മുസ്ലിയാരുടെ കപ്പപ്പാട്ട്. മാപ്പിള പദ്യ സാഹിത്യത്തിൽ കാവ്യപ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചത് കുഞ്ഞായിൻ മുസ്ലിയാരുടെ കപ്പപ്പാട്ടോട് കൂടിയാണ്. കുഞ്ഞായിൽ മുസ്ലിയാരുടെ ജന്മദേശം തലശ്ശേരിയിലാണ്. ആദ്യമായി അച്ചടിച്ചതും പ്രസിദ്ധീകരിച്ചതുമായ മാപ്പിളപ്പാട്ട് പുസ്തകമാണ് കപ്പപ്പാട്ട്. ഈ കൃതിയിൽ മുസ്ലിയാർ മനുഷ്യ ശരീരത്തെ പായ്ക്കപ്പലിനോടും ജീവിതത്തെ കപ്പലിന്റെ പ്രയാണത്തോടും സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. പടപ്പാട്ട്, കിസ്സപ്പാട്ട്, താലോലപ്പാട്ട്, മൈലാഞ്ചിപ്പാട്ട്, നസീഹത്ത് പാട്ട്, കഞ്ഞുപാട്ട്, കപ്പപ്പാട്ട് എന്നിവയൊക്കെ മാപ്പിളപ്പാട്ടിന്റെ ശാഖകളാണ്. അടുത്തതാണ് ആചാര അനുഷ്ഠാന പാട്ടുകൾ. ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഭാഗമായി അനുഷ്ഠിക്കുന്ന ജാതി മതപരമായ കർമ്മങ്ങൾ, ആരാധനകൾ, മന്ത്രവാദ ക്രിയകൾ, ഉച്ചാടന കർമ്മങ്ങൾ, ദേവതോപാസന, അനുഷ്ഠാനപരമായ ഉത്സവാഘോഷങ്ങൾ തുടങ്ങിയവയ്ക്കു വേണ്ടി പാടുന്ന പാട്ടുകളാണ് ആചാര അനുഷ്ഠാന പാട്ടുകൾ. ഉദാഹരണങ്ങളാണ് തോറ്റം പാട്ടുകൾ, സർപ്പപ്പാട്ടുകൾ, മുടിയേറ്റു പാട്ടുകൾ, പടയണി പാട്ടുകൾ, കുത്തിയോട്ട പാട്ടുകൾ, കണ്ണീർ പാട്ട് ഇവയൊക്കെ ആചാര അനുഷ്ഠാന പാട്ടുകൾ എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. ഇനി അടുത്തതാണ് വിനോദപ്പാട്ട്. വിനോദത്തിനും കളികൾക്കും വേണ്ടി പാടുന്ന പാട്ടുകളാണ്. അതായത് കളികളുടെ ഇടയിൽ പാടുന്ന വഞ്ചി തുഴയുന്ന സമയത്ത്, കൊയ്ത്തിന്റെ സമയത്ത്, അപ്പൊ ഈ ഒരു സമയത്തൊക്കെ കളികളുടെ ദഫ് കളി, ഒപ്പന ഇവക്കൊക്കെ വേണ്ടി പാടുന്ന പാട്ടുകളാണ് വിനോദ പാട്ടുകൾ. കോൽക്കളി, ചവിട്ടുകളി, കൈകൊട്ടിക്കളി, ദഫ് കളി,
ചരടു പിന്നിക്കളി, പരിചക്കളി ഇവയുടെ ഇടയിലൊക്കെ പാടുന്ന പാട്ടുകളാണ് വിനോദ പാട്ടുകൾ. കൊയ്ത്തും അതുപോലെ വഞ്ചിപ്പാട്ടൊക്കെ പണിപ്പാട്ടുകളിലാണ് വരുന്നത്. ഇവിടെ കളികൾക്കിടയിൽ പാടുന്ന പാട്ടുകളാണ് വിനോദ പാട്ടുകൾ. ഇനി പണിപ്പാട്ടുകൾ, തൊഴിലുമായി ബന്ധപ്പെട്ട പാട്ടുകളാണ് പണിപ്പാട്ടുകൾ. ഉദാഹരണം വള്ളപ്പാട്ട്, ചക്രപ്പാട്ട്, കൊയ്ത്തുപാട്ട്, കൊയ്ത്തിന്റെ സമയത്തുള്ള പാട്ട്, അതുപോലെ വഞ്ചി തുഴയുന്ന സമയത്ത്, അങ്ങനെ പണികളുമായി ബന്ധപ്പെട്ട് തോണി തുഴയുന്ന സമയത്തെ പാട്ട്. അപ്പൊ ഇതൊക്കെ പണികളുമായി ബന്ധപ്പെട്ട പാട്ടുകളാണ്. ഇനി പ്രധാനപ്പെട്ടതാണ് വടക്കൻ പാട്ടുകൾ. വടക്കൻ കേരളത്തിൽ ഉടലെടുത്ത വീരാരാധനാപരമായ നാടോടി പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ. കളരി അഭ്യാസങ്ങൾക്ക് പേരുകേട്ട വടക്കേ മലബാറിലെ തച്ചോളി, പുത്തൂരം തുടങ്ങിയ തറവാടുകളിലെ അഭ്യാസികളുടെ ജീവചരിത്രങ്ങളും അവരെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള പാട്ടുകളുമാണ് വടക്കൻ പാട്ടുകൾ. ഇനി അടുത്തതാണ് തെക്കൻ പാട്ട്. തെക്കൻ തിരുവിതാംകൂർ ദേശത്ത് പ്രചാരമുള്ള നാടൻ പാട്ടുകളാണ് തെക്കൻ പാട്ടുകൾ. തമിഴ് കലർന്ന മലയാളമാണ് തെക്കൻ പാട്ടുകളിലെ ഭാഷ. നോക്കാം. ഇനി നമുക്ക് ഓരോ സംസ്ഥാനത്തിലെയും നാടൻ പാട്ടുകൾ നോക്കാം. തമിഴ്നാട്ടിലെ നാടൻ പാട്ടാണ് കുമ്മിപ്പാട്ട്. കർണാടകയിലെ നാടൻ പാട്ടാണ് ഭവഗീതെ. മഹാരാഷ്ട്രയിലെ പൊവാഡ. അതുപോലെ ഗോവയിലെ പാട്ടാണ് നാടൻ പാട്ടാണ് മാൻഡോ. കോലാട്ടം, കൊളുന്നല് എന്നിവ ആന്ധ്രാപ്രദേശിലെ നാടൻ പാട്ടാണ്. മധ്യപ്രദേശിലെ നാടൻ പാട്ടാണ് പൈഗാനം. ഉത്തർപ്രദേശ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലെ നാടൻ പാട്ടാണ് സൊഹാർ. രാജസ്ഥാനിലെ നാടൻ പാട്ടാണ് മാണ്ട്. ഛത്തീസ്ഗഡിലെ നാടൻ പാട്ടാണ് പാണ്ഡവാണി. അതുപോലെ ബംഗാളിലെ നാടൻ പാട്ടാണ് ബാവുൾ. ഇനി അടുത്തതാണ് ലളിത സംഗീതം. കേരളത്തിലെ ഏറ്റവും ജനകീയമായ കലാശാഖയാണ് ലളിത സംഗീതം. ലളിത സംഗീത ശാഖയിൽ ഏറെ സംഭാവന നൽകിയവരാണ് ചേർത്തല ഗോപാലൻ നായർ, കെ രാഘവൻ, തൃശൂർ പി രാധാകൃഷ്ണൻ, കെ പി ഉദയഭാനു, പി ഭാസ്കരൻ, എം ജി രാധാകൃഷ്ണൻ, ONV കുറുപ്പ് എന്നിവരൊക്കെ. ഇനി അടുത്തതാണ് ചലച്ചിത്ര ഗാനം. ലളിത സംഗീതവും നാടൻ സംഗീതവും ശാസ്ത്രീയ സംഗീതവും തുടങ്ങി ഇന്ത്യക്കകത്തും പുറത്തുമുള്ള എല്ലാ സംഗീത രീതികളും ഉൾപ്പെടുന്ന ഗാനശാഖയാണ് ചലച്ചിത്ര ഗാനശാഖ. ഇന്ന് ജനപ്രിയതയിൽ ഏറെ മുന്നിട്ടു നിൽക്കുന്ന ഗാനശാഖയും ചലച്ചിത്ര ഗാനശാഖ തന്നെയാണ്. മലയാള ചലച്ചിത്ര സംഗീതത്തിൽ നവോത്ഥാനം സൃഷ്ടിച്ച പ്രമുഖരാണ് ജി ദേവരാജൻ, അതുപോലെ വി ദക്ഷിണമൂർത്തി, കെ രാഘവൻ, MS ബാബുരാജ് എന്നിവരൊക്കെ നവോത്ഥാനം, അതായത് മലയാള ചലച്ചിത്ര സംഗീതത്തിൽ നവോത്ഥാനം സൃഷ്ടിച്ച പ്രമുഖരായ വ്യക്തികളാണ്. ഇനി മലയാള ചലച്ചിത്ര ഗാന ശാഖക്ക് അമൂല്യമായ സംഭാവന നൽകിയവരാണ് അഭയദേവ്, ONV, പി ഭാസ്കരൻ, വയലാർ രാമവർമ്മ. ഇവരൊക്കെ ഒരുപാട് മലയാള സിനിമകൾക്ക് വേണ്ടി ഗാനങ്ങൾ എഴുതിയവരാണ്. ONV അതുപോലെ വയലാറൊക്കെ ഒരുപാട്, പി ഭാസ്കരനൊക്കെ ഒരുപാട് ഗാനങ്ങൾ ചിത്രങ്ങൾക്ക് വേണ്ടി, മലയാള ചലച്ചിത്രങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. ഇനി ഗാനങ്ങളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ജനപ്രിയ ഗാനങ്ങളും അതുപോലെ ജനകീയ ഗാനങ്ങളും. വളരെ വേഗത്തിൽ ജനശ്രദ്ധയാകർഷിക്കുകയും ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഗാനങ്ങളാണ് ജനപ്രിയ ഗാനങ്ങൾ. ജനകീയ പ്രശ്നങ്ങളോ താല്പര്യങ്ങളോ മുൻനിർത്തി രൂപപ്പെടുന്ന കവിതകളോ ഗാനങ്ങളോ ആണ് ജനകീയ ഗാനങ്ങൾ. ഇനി അടുത്ത പ്രധാനപ്പെട്ടതാണ് ഹിന്ദുസ്ഥാനി സംഗീതം. ഉത്തരേന്ത്യയിലാണ് ഹിന്ദുസ്ഥാനി സംഗീതം രൂപം കൊണ്ടത്. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ സവിശേഷ വിഭാഗങ്ങളാണ് ഖയാല്, ഡുംരി, അതുപോലെ ധ്രുപദ് എന്നിവയൊക്കെ. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഹൈന്ദവ ഗാന രീതിയാണ് ധ്രുപദ്. ഹിന്ദുസ്ഥാനിയിലെ 10 അടിസ്ഥാന രാഗങ്ങൾ അറിയപ്പെടുന്നത് ധാട്ടുകൾ എന്നാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഏറ്റവും പ്രാചീനമായ രചനാരൂപമാണ് ധ്രുപദ്. ധ്രുപദ് രചനാരൂപം രൂപപ്പെടുത്തിയത് താൻസനും സ്വാമി ഹരിദാസും ചേർന്നാണ്. താൻസൻ എന്ന അക്ബർ ചക്രവർത്തിയുടെ സദസ്സിലെ ഒരു വലിയ സംഗീതജ്ഞനായിരുന്നു. ഇദ്ദേഹം മേഘമൽഹാർ പാടി മഴ പെയ്യിപ്പിച്ചു എന്നൊക്കെയാണ് കഥകൾ ഉള്ളത്. ഇനി ധ്രുപദ സംഗീതത്തെ കൂടുതൽ പ്രചരിപ്പിച്ച വ്യക്തിയാണ് താൻസൻ. കച്ചേരികളുടെ അവസാനം പാടുന്ന വികാരപരമായ ഹിന്ദുസ്ഥാനി ഗാനരൂപമാണ് തരാന. ഹിന്ദുസ്ഥാനി സംഗീത ശാഖയിലെ പ്രധാനപ്പെട്ട സുഷിര വാദ്യോപകരണമാണ് ഷഹനായി.
ഇന്ത്യയിൽ നിന്നുള്ള ലോക പ്രശസ്ത ഷഹനായി വാദന വിദഗ്ധനാണ് ഉസ്താദ് ബിസ്മില്ല ഖാൻ. കേരളത്തിലെ ആദ്യ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വന്നത് കോഴിക്കോട് കുറ്റിക്കാട്ടൂരിലാണ്. ഗസൽ ഗായകൻ ഉബായിയുടെ പേരാണ് അക്കാദമിക്ക് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം PA ഇബ്രാഹിം എന്നാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഏറ്റവും പഴക്കമുള്ള ഘരാനയാണ് ഗ്വാളിയോർ ഘരാന. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ വിവിധ സംഗീത രൂപങ്ങൾ ഖവാലി, ഗസൽ, അതുപോലെ ഗയാൽ എന്നിവയൊക്കെയാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ഏറ്റവും പുതിയ നൂതനമായ രൂപമാണ് ഗയാൽ. ഗയാൽ എന്ന അറബി പദത്തിന്റെ അർത്ഥം ഭാവന അല്ലെങ്കിൽ ആശയം എന്നൊക്കെയാണ്. അക്ബർ ചക്രവർത്തിയുടെ സദസ്സിലെ പ്രസിദ്ധനായ സംഗീതജ്ഞനാണ് താൻസൻ. അദ്ദേഹം പിന്നീട് മുസ്ലിം ആയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം രാമതാണു പാണ്ഡെ എന്നാണ്. പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തിയാണ്. താൻസൻ സൃഷ്ടിച്ചതായി കരുതപ്പെടുന്ന ഹിന്ദുസ്ഥാനി രാഗങ്ങളാണ് മിയാൻ കി മൽഹാർ, അതുപോലെ രാഗമാല, ശ്രീ ഗണേശ സ്തോത്രം എന്നീ കൃതികളുടെ രചയിതാവ് താൻസനാണ്. താൻസൻ പുരസ്കാരം നൽകുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. ഗസലിന്റെ പിതാവ് മിർസ ഗാലിബാണ്. ഗസൽ മേഖലയിലെ പ്രശസ്തനായ വ്യക്തിയാണ് ഗുലാം അലി. 2025 പത്മഭൂഷൺ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ച ഗസൽ ഗായകനാണ് പങ്കജ് ഉദാസ്. 2023 പത്മവിഭൂഷൺ ലഭിച്ച പ്രശസ്ത സംഗീതജ്ഞനാണ് സക്കീർ ഹുസൈൻ. തബല വിദ്വാനാണ് ഇദ്ദേഹം. ഭിന്നശേഷിക്കാരായ വ്യക്തികളെ ഉൾപ്പെടുത്തി കേരളം ആരംഭിക്കുന്ന കലാ കൂട്ടായ്മയാണ് റിതം. അപ്പോൾ ഓർക്കണം, റിതം എന്നത് ഒരു കലാ കൂട്ടായ്മയാണ്. ഭിന്നശേഷിക്കാരെ ഉൾപ്പെടുത്തി കേരളം ആരംഭിച്ച ഒരു കൂട്ടായ്മയാണ് ഇത്. നൃത്തത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ള സാഹിത്യം നൃത്ത സംഗീതമാക്കി മാറ്റുമ്പോൾ ഭാവത്തെ ഏറ്റവും നന്നായി പ്രകാശിപ്പിക്കാൻ ഉതകുന്ന രാഗങ്ങളിലാണ് ചിട്ടപ്പെടുത്തേണ്ടത്. ഇങ്ങനെ ചിട്ടപ്പെടുത്തിയ സംഗീതമാണ് അഭിനയ സംഗീതം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട സംഗീതവുമായി ബന്ധപ്പെട്ട ഉത്തരേന്ത്യൻ അഥവാ ഹിന്ദുസ്ഥാനി സംഗീതവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അമീർ ഖുസ്രു. ഇന്ത്യയുടെ തക്ത എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ കുറിച്ച് നോക്കാം. അലാവുദ്ദീൻ ഖിൽജിയുടെ ആസ്ഥാന കവിയായിരുന്നു അമീർ ഖുസ്രു. അമീർ ഖുസ്രുവിന്റെ യഥാർത്ഥ പേര് അബുൽ ഹസൻ എന്നാണ്. ഉറുദു ഭാഷയുടെ പിതാവ്, ഉറുദു ഹോമർ, ഇന്ത്യയുടെ തക്ത എന്നിങ്ങനെ അറിയപ്പെടുന്നത് അമീർ ഖുസ്രു ആണ്. സിത്താറ്, തബല, സരോദ് എന്നിവ കണ്ടുപിടിച്ചത് അമീർ ഖുസ്രു ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ സംഗീതത്തിന് ഗസലുകളെ പരിചയപ്പെടുത്തി. സൂഫി ഭക്തിഗാനമായ ഖവാലിയുടെ പിതാവാണ് അമീർ ഖുസ്രു. ഗയാൽ എന്ന ആലാപന ശൈലിയുടെ ഉപജ്ഞാതാവും അമീർ ഖുസ്രു ആണ്. ഗയാൽ എന്ന മനോഹരമായ സംഗീത രൂപത്തിലുള്ള ഹിന്ദുസ്ഥാനി സംഗീതത്തിന് അടിത്തറ പാകിയ വ്യക്തിയാണ് അമീർ ഖുസ്രു. അമീർ ഖുസ്രുവിന്റെ പ്രധാന കൃതികളാണ് ലൈല മജ്നു, ഐൻ ഇ സിക്കന്ദരി, തുഗ്ലക് നാമ, താരിഖ് ഇ അല, ആഷിക എന്നിവ. സംഗീതോപകരണങ്ങൾ വായിക്കുകയും ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യുന്ന സൂഫി ആചാരമായ സാമക്ക് സവിശേഷമായ രൂപം നൽകിയത് അമീർ ഖുസ്രു ആണ്. ബാൽബൻ, അലാവുദ്ദീൻ ഖിൽജി, ഫിറോസ് ഷാ തുഗ്ലക്ക് എന്നിവരുടെ സദസ്സിലുണ്ടായിരുന്ന കവിയാണ് അമീർ ഖുസ്രു. ഇന്ത്യൻ സംഗീതത്തിന്റെ വശങ്ങൾ അമീർ ഖുസ്രു അഭ്യസിച്ചത് ആരിൽ നിന്നാണ്? നായിക് ഗോപാലിൽ നിന്നാണ്. മധ്യകാലഘട്ടത്തിൽ പ്രസിദ്ധനായ സംഗീതജ്ഞനാണ് നായിക് ഗോപാൽ. ക്യാമ്പ് ലാംഗ്വേജ് എന്നറിയപ്പെടുന്ന ഭാഷ ഉറുദു ആണ്. ഇനി അമീർ ഖുസ്രു ഇന്ത്യയെ കുറിച്ച് പറഞ്ഞത് നോക്കാം. 2 കാരണങ്ങളാൽ ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു. ഒന്നാമതായി, ഇന്ത്യ എന്റെ ജന്മഭൂമിയാണ്. ജന്മനാടിനെ സ്നേഹിക്കുക എന്നത് ഓരോരുത്തരുടെയും വിശ്വാസത്തിന്റെ ഭാഗമാണ്. രണ്ടാമതായി, ഇന്ത്യ ഒരു സുന്ദര ലോകമാണ്. യൂറോപ്പിനേക്കാൾ സുന്ദരമാണ് ഇവിടുത്തെ കാലാവസ്ഥ. വർഷം മുഴുവൻ പൂക്കളും ഹരിതാഭയും നിറഞ്ഞതാണ് ഇവിടുത്തെ ഭൂപ്രകൃതി. ഇത് പറഞ്ഞത് അമീർ ഖുസ്രു ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹിന്ദുസ്ഥാനി സംഗീതവുമായി ബന്ധപ്പെട്ടുള്ളത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട സംഗീതജ്ഞരെ നോക്കാം. ആദ്യത്തേത് സ്വാതി തിരുനാളാണ്. സംഗീതജ്ഞരിലെ ചക്രവർത്തിമാരിലെ സംഗീതജ്ഞൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. കേരളീയ സംഗീതത്തിന്റെ സുവർണ കാലഘട്ടമായി അറിയപ്പെടുന്നത് സ്വാതി തിരുനാളിന്റെ ഭരണ കാലഘട്ടമാണ്. സംഗീത രംഗത്തെ മികവിനായി കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് സ്വാതി സംഗീത പുരസ്കാരം.
പ്രഥമ സ്വാതി പുരസ്കാരം ലഭിച്ച കർണാടക സംഗീതജ്ഞനാണ് ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ. 1997 ഇദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. സ്വാതി സംഗീത പുരസ്കാരം നേടിയ ആദ്യത്തെ ഉപകരണ സംഗീത വിദഗ്ധനാണ് ബിസ്മില്ല ഖാൻ. സ്വാതി സംഗീത പുരസ്കാരം നേടിയ ആദ്യ വനിത DK പട്ടമ്മാളാണ്. 1999 ഇവർക്കിത് ലഭിച്ചത്. 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് PR കുമാര കേരളവർമ്മക്കാണ്. 2020 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് K ഓമനക്കുട്ടി അമ്മക്കാണ്. ഈ ഓമനക്കുട്ടി അമ്മ നമ്മുടെ MG ശ്രീകുമാറിന്റെ സിസ്റ്ററാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഷഡ്കാല ഗോവിന്ദ മാരാർ. കർണാടക സംഗീതത്തിൽ സാധാരണ ആലപിക്കാറുള്ള 4 കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 6 കാലങ്ങളിൽ ആലപിക്കാനുള്ള അസാധാരണ വൈഭവം ഉണ്ടായിരുന്ന സംഗീതജ്ഞനാണ് ഷഡ്കാല ഗോവിന്ദ മാരാർ. ഇതിനാൽ അദ്ദേഹം ഷഡ്കാല ഗോവിന്ദ മാരാർ എന്നറിയപ്പെട്ടു. മാരാരുടെ ആലാപന വൈഭവത്തിൽ ആകൃഷ്ടനായാണ് ശ്രീ ത്യാഗരാജ സ്വാമികൾ എന്തരോ മഹാനു ബാവുലു എന്ന പ്രശസ്ത കീർത്തനം രചിച്ചത്. 19ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിഖ്യാത കർണാടക സംഗീതജ്ഞനായി ഇദ്ദേഹം സ്വാതി തിരുനാളിന്റെ ആസ്ഥാന വിദ്വാൻമാരിൽ ഒരാളായിരുന്നു. അപ്പോൾ കർണാടക സംഗീതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഷഡ്കാല ഗോവിന്ദ മാരാർ. ഇനി അടുത്തതാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ. ജനിച്ചത് 1896 പാലക്കാട് ജില്ലയിലെ ചെമ്പൈ ഗ്രാമത്തിലാണ്. കർണാടക സംഗീതത്തിലെ ഉന്നത പുരസ്കാരമായ മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി 1951 ലഭിച്ച ഇദ്ദേഹത്തെ രാജ്യം 1973 പത്മഭൂഷൺ നൽകി ആദരിച്ചു. ചെമ്പൈ സ്മരണാർത്ഥം ഗുരുവായൂർ ദേവസ്വം ബോർഡ് എല്ലാ വർഷവും ചെമ്പൈ സംഗീതോത്സവം നടത്തിവരുന്നു. ഇതോടൊപ്പം ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരവും നൽകുന്നു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യന്മാരാണ് KJ യേശുദാസ്, TV ഗോപാലകൃഷ്ണൻ, അതുപോലെ P ലീല എന്നിവരൊക്കെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യന്മാരാണ്. 1974 ഇദ്ദേഹം അന്തരിച്ചത്. 2024 ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരത്തിന് അർഹനായത് A കന്യാകുമാരിയാണ്. വയലിൻ ആണ് ഈ ആർട്ടിസ്റ്റ് ആണ് ഇവര്. ഇനി അടുത്തതാണ് മാവേലിക്കര പ്രഭാകര വർമ്മ. കേരള പാണിനി AR രാജരാജവർമ്മയുടെ പൗത്രനാണ് ഇദ്ദേഹം. പ്രഭാകര വർമ്മയുടെ ശിഷ്യന്മാരാണ് MK ശങ്കരൻ നമ്പൂതിരി, നെയ്യാറ്റിൻകര വാസുദേവൻ എന്നിവരൊക്കെ. ഇനി അടുത്ത വ്യക്തിയാണ് MD രാമനാഥൻ. MDR എന്നറിയപ്പെടുന്ന മഞ്ഞപ്ര ദേവേശ ഭാഗവതർ രാമനാഥൻ ഒരു മികച്ച കർണാടക സംഗീതജ്ഞനായിരുന്നു. 1923 മെയ് 20 മദ്രാസ് പ്രവിശ്യയിലെ, ഇപ്പോൾ കേരളം ആണത്, പാലക്കാട് ജില്ലയിലെ മഞ്ഞപ്രയിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഗുരുവായ ടൈഗർ വരദാചാര്യയോടുള്ള ബഹുമാന സൂചകമായി വരദദാസ എന്ന പദം തന്റെ കൃതികളിൽ മുദ്രയായി ഉപയോഗിച്ചിരുന്ന വ്യക്തിയാണ് MD രാമനാഥൻ. ഭാരതീയ സംഗീതത്തിന് നൽകിയ സംഭാവനകളെ മാനിച്ച് 1974 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. അടുത്തതാണ് TV ഗോപാലകൃഷ്ണൻ. 1932 ജൂൺ 11 തൃപ്പൂണിത്തുറയിലാണ് ഇദ്ദേഹം ജനിച്ചത്. കർണാടക സംഗീതത്തോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാനി സംഗീത ആലാപനത്തിലും മൃദംഗം, വയലിൻ എന്നിവ വായിക്കുന്നതിലും അഗ്രഗണ്യനായിരുന്ന വ്യക്തിയാണ് TV ഗോപാലകൃഷ്ണൻ. 2012 പത്മഭൂഷണും 2014 മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി പുരസ്കാരവും ലഭിച്ചു. പ്രധാന ആൽബങ്ങളാണ് മൃദംഗം ലയസുധ, നാദബ്രഹ്മം, പെർക്കഷൻ ഓഫ് ഇന്ത്യ, അമൃതവാഹിനി എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന ആൽബങ്ങളാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട വ്യക്തിയാണ് KJ യേശുദാസ്. ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്നു. യേശുദാസിനെ ഗാനഗന്ധർവൻ എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് G ശങ്കരക്കുറുപ്പാണ്. മികച്ച ചലച്ചിത്ര പിന്നണി ഗായകനുള്ള അവാർഡ്, ദേശീയ അവാർഡ് ഏറ്റവും കൂടുതൽ തവണ നേടിയത് യേശുദാസ് ആണ്. 8 തവണയാണ് അദ്ദേഹത്തിന് മികച്ച ഗായകനുള്ള ദേശീയ അവാർഡ് ലഭിച്ചത്.
ഏറ്റവും കൂടുതൽ തവണ മികച്ച പിന്നണി ഗായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും നേടിയ വ്യക്തി യേശുദാസ് തന്നെയാണ്. അപ്പോൾ ദേശീയ അവാർഡും സംസ്ഥാന അവാർഡും ലഭിച്ചത് യേശുദാസിന് തന്നെയാണ്. ഇനി അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകൾ നോക്കാം. പത്മശ്രീ 1975 അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചു. 1979 കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. 2002 പത്മഭൂഷൺ ലഭിച്ചു. അതുപോലെ ഫെഫ്ക അമൃത ഫിലിം അവാർഡ് 2011, ഹരിവരാസനം അവാർഡ് 2012, പത്മവിഭൂഷൺ 2017 അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചത്. ഇനി അടുത്തതാണ് പാറശ്ശാല ബി പൊന്നമ്മാൾ. കേരളത്തിലെ വിഖ്യാതയായ കർണാടക സംഗീതജ്ഞയാണ് ബി പൊന്നമ്മാൾ. തിരുവനന്തപുരം കോട്ടക്കനം നവരാത്രി മണ്ഡപത്തിൽ ആദ്യമായി കച്ചേരി നടത്തിയ വനിതയാണ് ഇവർ. 1939 തിരുവനന്തപുരത്ത് സ്ഥാപിതമായ ശ്രീ സ്വാതി തിരുനാൾ സംഗീത കോളേജിലെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിനിയാണ് ഇവർ. സ്വാതി തിരുനാൾ സംഗീത കോളേജിലെ ആദ്യ വനിതാ പ്രിൻസിപ്പാളും ബി പൊന്നമ്മാൾ തന്നെയാണ്. പ്രധാന ശിഷ്യന്മാരാണ് നെയ്യാറ്റിൻകര വാസുദേവൻ, ഡോക്ടർ ഓമനക്കുട്ടി, എം ജി രാധാകൃഷ്ണനും അതുപോലെ ഡോക്ടർ ഓമനക്കുട്ടിയൊക്കെ നമ്മുടെ എം ജി ശ്രീകുമാറിന്റെ സിബ്ലിങ്സ് ആണ്. ഇനി പാറശ്ശാല ബി പൊന്നമ്മാളിന് പത്മശ്രീ ലഭിച്ച വർഷം 2017 ആണ്. മറ്റു പ്രധാന പുരസ്കാരങ്ങളാണ് സ്വാതി സംഗീത പുരസ്കാരം 2009, സംഗീത നാടക അക്കാദമി അവാർഡ് 2009 ഇതൊക്കെ ലഭിച്ചത്. അതുപോലെ 2009 തന്നെയാണ് ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരവും ലഭിച്ചത്. അടുത്ത പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ കെ ഓമനക്കുട്ടി. കേരളത്തിലെ പ്രശസ്ത കർണാടക സംഗീതജ്ഞയും അധ്യാപികയുമാണ് ഇവർ. കർണാടക സംഗീതത്തിലെ സ്വാതി തിരുനാൾ കൃതികളുടെ ഇന്ന് കാണുന്ന ചിട്ടവട്ടം കൊണ്ടുവന്നത് ഓമനക്കുട്ടിയാണ്. ഡോക്ടർ കെ ഓമനക്കുട്ടിക്ക് ലഭിച്ച പ്രധാന പുരസ്കാരങ്ങൾ നോക്കാം. 1997 അവർക്ക് കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് ലഭിച്ചത്. ശാസ്ത്രീയ സംഗീതത്തിനായിരുന്നു ലഭിച്ചത്. അതുപോലെ 2013 കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. 2013 തന്നെ അവർക്ക് സുബലക്ഷ്മി അവാർഡും ലഭിച്ചു. 2020 സ്വാതി പുരസ്കാരം ലഭിച്ചു. അതുപോലെ 2025 കഴിഞ്ഞ വർഷം അവർക്ക് പത്മശ്രീ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത പ്രധാനപ്പെട്ട വ്യക്തിയാണ് നെയ്യാറ്റിൻകര വാസുദേവൻ. 1940 നെയ്യാറ്റിൻകരയിൽ ജനനം. പ്രശസ്ത കർണാടക സംഗീതജ്ഞനാണ് ഇദ്ദേഹം. പ്രസിദ്ധ സംഗീതജ്ഞനായ ശെമ്മാങ്കുടി ശ്രീനിവാസ അയ്യരുടെ ശിഷ്യനായിരുന്ന വ്യക്തിയാണ് നെയ്യാറ്റിൻകര വാസുദേവൻ. 2004 പത്മശ്രീ ലഭിച്ചു അദ്ദേഹത്തിന്. 2007 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചു. അതുപോലെ 1989 സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പും ലഭിച്ചിട്ടുണ്ടായിരുന്നു. 2005 അദ്ദേഹം അന്തരിച്ചത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട വ്യക്തിയാണ് നെരളത്ത് രാമപൊതുവാൾ. 1916 ഫെബ്രുവരി 16 പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് തിരുവിഴാംകുന്നിലാണ് ജനിച്ചത്. കേരളത്തിലെ സോപാന സംഗീതത്തിന്റെ കുലപതിയായി അറിയപ്പെടുന്നത് നെരളത്ത് രാമപൊതുവാളാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി അവതരിപ്പിച്ചു വന്ന സോപാന സംഗീതത്തെ ജനകീയവത്കരിച്ചത് നെരളത്ത് രാമപൊതുവാളാണ്. ഇതിന്റെ ഭാഗമായി ജനഹിത സോപാനം എന്ന ജനകീയ രൂപം അദ്ദേഹം ആവിഷ്കരിച്ചു. പ്രധാന പുരസ്കാരങ്ങൾ 1981 കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ 1985 കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചു. 1994 ഗുരുവായൂരപ്പൻ സമ്മാനം ലഭിച്ചു. ഇനി നെരളത്ത് രാമപൊതുവാളിന്റെ ആത്മകഥയാണ് സോപാനം എന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തതാണ് ബോംബെ ജയശ്രീ. പ്രശസ്ത കർണാടക സംഗീതജ്ഞയും ഗായികയുമാണ് ബോംബെ ജയശ്രീ. ജയശ്രീ രാംനാഥ് എന്നാണ് പൂർണ്ണ നാമം. സംഗീത ചൂടാമണി, കലൈമ മണി, പത്മശ്രീ തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച വ്യക്തിയാണ് ബോംബെ ജയശ്രീ. ഇനി അടുത്തതാണ് ജി ദേവരാജൻ. മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 5 തവണ കരസ്ഥമാക്കിയ വ്യക്തിയാണ് ദേവരാജൻ. ജെ.സി. ഡാനിയൽ അവാർഡ് ജേതാവായ പ്രശസ്ത ചലച്ചിത്ര സംഗീത സംവിധായകനാണ് ഇദ്ദേഹം. അടുത്ത പ്രധാനപ്പെട്ട വ്യക്തിയാണ് കെ.എസ്. ചിത്ര. വിവിധ ഭാഷകളിലായി
വിവിധ ഭാഷകളിലായി 25,000-ലധികം ചലച്ചിത്ര ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ഗായികയാണ് KS ചിത്ര. കേരളത്തിന്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന പ്രശസ്ത ഗായികയാണ് KS ചിത്ര. മികച്ച ഗായികക്കുള്ള ദേശീയ അവാർഡ് 6 തവണ ഇവർ നേടിയിട്ടുണ്ട്. പത്മശ്രീ, പത്മഭൂഷൺ എന്നീ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. അടുത്തതാണ് P ജയചന്ദ്രൻ. ഇത് കഴിഞ്ഞ വർഷമാണ് ഇദ്ദേഹം അന്തരിച്ചത്. 1944 ഇദ്ദേഹം ജനിച്ചത്. മികച്ച ഗായകനുള്ള ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടിയ ഗായകനാണ് ഇദ്ദേഹം. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനക്കുള്ള 2020 JC ഡാനിയേൽ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. 2025 ജനുവരി 9 ഇദ്ദേഹം അന്തരിച്ചത്. ഇനി ഇന്ത്യയിലെ മറ്റു പ്രശസ്തരായ സംഗീതജ്ഞരെ നോക്കാം. പണ്ഡിറ്റ് രവിശങ്കർ. സിത്താർ എന്ന വാദ്യോപകരണത്തിലെ പ്രശസ്തനായ കലാകാരനാണ് ഇദ്ദേഹം. ഭാരതരത്നയ്ക്കു അർഹനായ ആദ്യത്തെ ഉപകരണ സംഗീത വിദഗ്ധനും. അതായത് 1999 ഇദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചത്. പോളാർ പ്രൈസ് ലഭിച്ച ആദ്യ ഭാരതീയനുമാണ് ഇദ്ദേഹം. അപ്പം സംഗീത ഉപകരണ വിദഗ്ധൻ എന്ന രീതിയിൽ ഭാരതരത്ന ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തി പണ്ഡിറ്റ് രവിശങ്കറാണ്. അതുപോലെ പോളാർ പ്രൈസ് എന്ന അവാർഡും ലഭിക്കുന്ന ആദ്യത്തെ ഭാരതീയനും ഇദ്ദേഹമാണ്. കാമേശ്വരി രാഗം ചിട്ടപ്പെടുത്തിയത് പണ്ഡിറ്റ് രവിശങ്കറാണ്. 4 തവണ ഗ്രാമി അവാർഡിന് അർഹനായ ഇന്ത്യക്കാരനാണ് ഇദ്ദേഹം. പണ്ഡിറ്റ് രവിശങ്കറിന്റെ പ്രസിദ്ധമായ ആൽബങ്ങൾ 3 രാഗാസ്, ഫെയർവെൽ മൈ ഫ്രണ്ട്, ദ സൗണ്ട്സ് ഓഫ് ഇന്ത്യ എന്നിവയൊക്കെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ആൽബങ്ങളാണ്. പണ്ഡിറ്റ് രവിശങ്കറിന്റെ ആത്മകഥകളാണ് മൈ മ്യൂസിക് മൈ ലൈഫ്, അതുപോലെ രാഗമാല. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് MS സുബ്ബലക്ഷ്മി. കർണാടക സംഗീതത്തിന്റെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് MS സുബ്ബലക്ഷ്മിയാണ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ആണ്. കേരളത്തിന്റെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് KS ചിത്രയാണ്. കർണാടക സംഗീതത്തിന്റെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് MS സുബ്ബലക്ഷ്മിയാണ്. മധുരൈ ഷൺമുഖ വടിവ് സുബ്ബലക്ഷ്മി എന്നാണ് ഇവരുടെ പൂർണ്ണനാമം. മാഗ്സസെ അവാർഡും 1974 മാഗ്സസെ അവാർഡും 1954 പത്മഭൂഷണും 1975 പത്മവിഭൂഷണും 1998 ഭാരതരത്നയും നേടിയ ആദ്യ സംഗീതജ്ഞയുമാണ് ഇവർ. അപ്പം ഒരു സ്ത്രീ സംഗീതജ്ഞ എന്ന രീതിയിൽ ഭാരതരത്ന നേടുന്നത് ഇവരാണ്. MS സുബ്ബലക്ഷ്മിയാണ്. ഇനി സ്പിരിറ്റ് ഓഫ് ഫ്രീഡം അവാർഡ്, കാളിദാസ് സമ്മാൻ, ദേശീയോദ്ഗ്രഥനത്തിനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം എന്നിവയും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. UNOയിൽ കർണാടക സംഗീതം അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംഗീത 1966 അവര് ഐക്യരാഷ്ട്രസഭയിൽ കർണാടക സംഗീതം അവതരിപ്പിച്ചത്. അത് ആദ്യമായി അങ്ങനെ അവതരിപ്പിച്ചത് MS സുബ്ബലക്ഷ്മിയാണ്. ഇനി MS സുബ്ബലക്ഷ്മിയുടെ വിശേഷണങ്ങളും വിശേഷിപ്പിച്ചവരെ കുറിച്ച് നോക്കാം. വൃന്ദാവനത്തിലെ തുളസി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. സ്വരലക്ഷ്മി എന്നും ആഡ്വൻ സുർ എന്നും വിശേഷിപ്പിക്കപ്പെടുന്നത് MS സുബ്ബലക്ഷ്മിയെയാണ്. സ്വരലക്ഷ്മി എന്ന് ഇവരെ വിശേഷിപ്പിച്ചത് ഉസ്താദ് ബഡെ ഗുലാം അലി ഖാനാണ്. തപസ്വിനി എന്ന് വിശേഷിപ്പിച്ചത് ലതാ മങ്കേഷ്കർ ആണ്. സംഗീത രാജ്ഞി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. വാനമ്പാടി എന്ന എന്റെ ബഹുമതി ഞാൻ ഇവർക്ക് നൽകുന്നു എന്ന് MS സുബ്ബലക്ഷ്മിയെ പ്രശംസിച്ചത് സരോജിനി നായിഡു ആണ്. ഇനി ചെന്നൈ മ്യൂസിക് അക്കാദമിയിൽ നിന്ന് 1968 സംഗീത കലാനിധി പദവി ലഭിച്ച ആദ്യ വനിതയാണ് MS സുബ്ബലക്ഷ്മി. പ്രധാന ഭജനകളാണ് ഭജഗോവിന്ദം, വിഷ്ണു സഹസ്രനാമം, ശ്രീ വെങ്കിട്ടേശ്വര സുപ്രഭാതം എന്നിവ. 2025 ഡിസംബർ 18 ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ സംഗീതജ്ഞ MS സുബ്ബലക്ഷ്മിയാണ്. MS സുബ്ബലക്ഷ്മി ഗാന്ധിജിക്ക് വേണ്ടി പാടിയ ഗാനമാണ് ഹരി തും ഹരോ എന്നത്. 2004 ഡിസംബർ 11 ഇവർ അന്തരിച്ചത്. ഇനി അടുത്ത വ്യക്തിയാണ് ഇന്ത്യയുടെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്ന ലതാ മങ്കേഷ്കർ. ഇന്ത്യയുടെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്ന പ്രശസ്ത ഗായികയാണ് ലതാ മങ്കേഷ്കർ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്, ഭാരതരത്നം എന്നിവ ലഭിച്ച ചരിത്ര പിന്നണി ഗായികയാണ് ലതാ മങ്കേഷ്കർ. 1969 പത്മഭൂഷൺ ലഭിച്ചു. 1999 പത്മവിഭൂഷൺ ലഭിച്ചു. ലതാ മങ്കേഷ്കറുടെ പ്രധാന പുസ്തകമാണ് ഫുലെ വെജിത.
ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ലീജിയൻ ഓഫ് ഓർണർ അംഗീകാരം ലഭിച്ചിട്ടുള്ള ഗായികയാണ് ലതാ മങ്കേഷ്കർ. ലതാ മങ്കേഷ്കറുടെ ഏക മലയാള ഗാനമാണ് 1974 പുറത്തിറങ്ങിയ രാമു കാര്യാട്ടിന്റെ നെല്ലിലെ കദളി ചെങ്കദളി എന്ന ഗാനം. ഗയാൽ സംഗീതത്തിൽ പ്രശസ്തനായ പണ്ഡിറ്റ് ഭീംസെൻ ജോഷിയാണ് ലതാ മങ്കേഷ്കർ, ബാലമുരളി കൃഷ് എന്നിവർക്കൊപ്പം മിലേ സുർ മേര തുമാര ആലപിച്ചത്. 2022 ഫെബ്രുവരി 6 ഇവർ അന്തരിച്ചത്. ഇനി അടുത്തതാണ് എസ് ജാനകി. 17 ഭാഷകളിലായി 48,000-ൽ പരം ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ഇന്ത്യയിലെ പ്രശസ്ത പിന്നണി ഗായികയാണ്. 4 തവണ മികച്ച ഗായികക്കുള്ള ദേശീയ അവാർഡ് ഇവർ നേടിയിട്ടുണ്ട്. 2013 രാജ്യം പത്മഭൂഷൺ നൽകി ഇവരെ ആദരിച്ചു. അടുത്തതാണ് SP ബാലസുബ്രഹ്മണ്യം. ഇന്ത്യൻ പിന്നണി ഗായകൻ, സംഗീത സംവിധായകൻ എന്നീ നിലകളിൽ പ്രശസ്തി നേടിയ സംഗീതജ്ഞനാണ് ഇദ്ദേഹം. മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ അവാർഡ് 6 തവണ നേടിയ വ്യക്തി. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, മരണാനന്തരമായി 2021 അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിക്കുന്നത് എന്നിവ ലഭിച്ച വ്യക്തിയാണ്. നമ്മുടെ കൊറോണ കാലഘട്ടത്തിലാണ് ഇദ്ദേഹം അന്തരിച്ചത്. അപ്പൊ പത്മവിഭൂഷൺ അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായാണ് ലഭിച്ചത്. അതിനു മുമ്പ് 2011 പത്മഭൂഷണും 2001 പത്മശ്രീയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത വ്യക്തിയാണ് MM കീരവാണി. തെലുങ്ക്, തമിഴ്, മലയാളം സിനിമാ മേഖലകളിലെ പ്രശസ്ത സംഗീത സംവിധായകനാണ് ഇദ്ദേഹം. ഓസ്കാർ അവാർഡ് 2023 ഓസ്കാർ അവാർഡ് നേടിയിട്ടുള്ള സംഗീതജ്ഞനാണ് ഇദ്ദേഹം. അടുത്ത വ്യക്തിയാണ് AR റഹ്മാൻ. 1969 ജനുവരി 6 ചെന്നൈയിലാണ് ഇദ്ദേഹം ജനിച്ചത്. ദിലീപ് കുമാർ എന്നായിരുന്നു ആദ്യത്തെ പേര്. പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുകയും AR റഹ്മാൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. 1992 മണിരത്നം സംവിധാനം ചെയ്ത റോജ എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംഗീത സംവിധായകനായി. ആദ്യ ചിത്രത്തിന് തന്നെ മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. 2009 സ്ലംഡോഗ് മില്യനെയർ എന്ന ചിത്രത്തിലെ സംഗീതത്തിന് 2 ഓസ്കാർ അവാർഡുകൾ നേടി ചരിത്രം കുറിച്ചു. ഓസ്കാറിന് പുറമെ 2 ഗ്രാമി അവാർഡുകൾ, ഒരു ബാഫ്ത, ഒരു ഗോൾഡൻ ഗ്ലോബ് അവാർഡ് എന്നിവയും അദ്ദേഹം നേടിയിട്ടുണ്ട്. രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ, പത്മശ്രീ ബഹുമതികൾ നൽകി ആദരിച്ചിട്ടുണ്ട്. കൂടാതെ മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ പുരസ്കാരം 6 തവണ അദ്ദേഹം സ്വന്തമാക്കി. പാശ്ചാത്യ സംഗീതം, ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതം, സൂഫി സംഗീതം, ഇലക്ട്രോണിക് മ്യൂസിക് എന്നിവ സമന്വയിപ്പിച്ചുള്ള പുതുമയാർന്ന ഒരു ശൈലിയാണ് അദ്ദേഹം ഇന്ത്യൻ സിനിമക്ക് പരിചയപ്പെടുത്തിയത്. ലോക സംഗീതത്തിന് നൽകിയ സംഭാവനകൾ മുൻനിർത്തി ടൈം മാഗസിൻ അദ്ദേഹത്തെ മൊസാർട്ട് ഓഫ് മദ്രാസ് എന്ന് വിശേഷിപ്പിച്ചപ്പോൾ മൊസാർട്ട് ഓഫ് മദ്രാസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് AR റഹ്മാനാണ്. ടൈം മാഗസിൻ ആണ് അദ്ദേഹത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, ഇവര് ഈ അടുത്ത് 2026 അന്തരിച്ച പ്രധാന സംഗീതജ്ഞയാണ് ആശാ ഭോസ്ലെ. 1933 സെപ്റ്റംബർ 8 മഹാരാഷ്ട്രയിലാണ് ആശാ ഭോസ്ലെ ജനിച്ചത്. പ്രശസ്ത ശാസ്ത്രീയ സംഗീതജ്ഞനായ പണ്ഡിറ്റ് ദീനനാഥ് മങ്കേഷ്കർ ആണ് അച്ഛൻ. ഇന്ത്യയുടെ ഗാനകോകിലം ലതാ മങ്കേഷ്കറുടെ അനിയത്തിയാണ് ആശാ ഭോസ്ലെ. അതുപോലെ സംഗീത ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡിയോ റെക്കോർഡിങ്ങുകൾ, അതായത് ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയത് സ്റ്റുഡിയോ റെക്കോർഡിങ്ങുകളാണിട്ടത്. സ്റ്റുഡിയോ റെക്കോർഡിങ്ങുകൾ നടത്തിയ ഗായിക എന്ന പേരിലുള്ള ഗിന്നസ് റെക്കോർഡിന് 2011 ആശാ ഭോസ്ലെ ഗിന്നസ് റെക്കോർഡ് അവർക്ക് ലഭിക്കുകയുണ്ടായി. ഏകദേശം 11,000 പാട്ടുകളാണ് അവർ ആലപിച്ചത്. അപ്പം ഏറ്റവും കൂടുതൽ സ്റ്റുഡിയോ റെക്കോർഡിങ്സ് പാടിയത് അവരാണ്. ആ ഗിന്നസ് റെക്കോർഡ് അവരുടെ പേരിലാണ്. രാജ്യം നൽകുന്ന ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതികളായ പത്മവിഭൂഷൺ നൽകി രാജ്യം ഇവരെ ആദരിച്ചിട്ടുണ്ട്. 2008 അവർക്ക് പത്മവിഭൂഷൺ ലഭിച്ചത്. കൂടാതെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. 2000 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത്. പ്രശസ്ത സംഗീത സംവിധായകൻ RD ബർമൻ ആയിരുന്നു ആശയുടെ ഭർത്താവ്. ഇനി നമുക്ക് ഓരോ ഓരോരുത്തർക്കും ലഭിച്ച അവാർഡുകളെ കുറിച്ച് നോക്കാം. 2024 പത്മഭൂഷൺ പുരസ്കാരം നേടിയ ഗായികയാണ് ഉഷ ഉദുപ്പ്. 2023 സംഗീത
പത്മഭൂഷൺ നേടിയത് വാണി ജയറാമാണ്. അപ്പോൾ 2023 പത്മഭൂഷൺ നേടിയ സംഗീതജ്ഞ വാണി ജയറാമാണ്. 2023 പത്മശ്രീ നേടിയ സംഗീത സംവിധായകനാണ് MM കീരവാണി. 2019 പത്മശ്രീ നേടിയ മലയാളി സംഗീതജ്ഞൻ KG ജയനാണ്. പാടുന്ന വയലിൻ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞ ഡോക്ടർ N രാജം. മെല്ലിശൈ മന്നൻ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞൻ MS വിശ്വനാഥൻ. ലജ്വാന്തി രാഗം ചിട്ടപ്പെടുത്തിയത് ഉസ്താദ് അലി അക്ബർ ഖാനാണ്. അടുത്തിടെ ഇന്ത്യൻ സംഗീതജ്ഞനായ AR റഹ്മാന്റെ പേരു നൽകപ്പെട്ട കാനഡയിലെ തെരുവാണ് മാർഗം നഗരം. അപ്പോൾ AR റഹ്മാന്റെ പേര് നൽകിയ നഗരമാണ് മാർഗം നഗരം. അത് കാനഡയിലാണ്. 2020 പത്മവിഭൂഷൺ നേടിയ സംഗീതജ്ഞനാണ് പണ്ഡിറ്റ് ചന്നുലാൽ മിശ്ര. 2019 പത്മശ്രീ നേടിയ മലയാളി സംഗീതജ്ഞനാണ് KG ജയൻ. 2023 ടൈം മാഗസിന്റെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൈലർ സ്വിഫ്റ്റ്. അമേരിക്കൻ ഗായകനും ഗാനരചയിതാവുമാണ് ടൈലർ സ്വിഫ്റ്റ്. 2024 ഒക്ടോബർ 25 ഗൂഗിൾ ഡ്യൂഡിലൂടെ ഗൂഗിൾ ആദരമർപ്പിച്ച മലയാളി ഗായകനാണ് കൃഷ്ണകുമാർ കുന്നത്ത്. 2024 നവംബറിൽ അന്തരിച്ച ബിഹാരി നാടോടി ഗായികയാണ് ശാരദ സിൻഹ. ബീഹാർ കോകില, ബീഹാറിന്റെ വാനമ്പാടി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ശാരദ സിൻഹയാണ്. ഇനി നമുക്ക് സംഗീത ഉപകരണങ്ങളെ കുറിച്ച് നോക്കാം. സംഗീത ഉപകരണങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓർഗനോളജിയാണ്. ഇത് മാറിപ്പോവരുത്. ഓർഗൻ എന്ന് കാണുമ്പോൾ നമുക്ക് ചിലപ്പം ശരീരത്തിന്റെ അവയവങ്ങളെ കുറിച്ചൊക്കെ ആണെന്ന് തോന്നും. പക്ഷെ സംഗീത ഉപകരണങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഓർഗനോളജി. വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് വയലിനാണ്. ഏറ്റവും പഴക്കം ചെന്ന സംഗീതോപകരണമാണ് വീണ. അസുരവാദ്യം എന്നറിയപ്പെടുന്നത് ചെണ്ടയാണ്. ഭരതൻ തന്റെ നാട്യശാസ്ത്രത്തിൽ വാദ്യോപകരണങ്ങളെ 4ആയി തരംതിരിച്ചിട്ടുണ്ട്: തതം, അവനന്തം, ഘനം, സുഷിരം. തതവാദ്യം അഥവാ തന്ത്രിവാദ്യം അതിൽപ്പെടുന്നതാണ് വീണ, വയലിൻ, തമ്പുരു, സിത്താറ്, സന്തൂറ് എന്നിവ. അതായത് തന്ത്രികളിലൂടെ സൗണ്ട് വരുന്നതാണ് വീണ. അതുപോലെ ഒക്കെ തന്ത്രികൾ ഉപയോഗിച്ചാണ് ഇതിൽ ശബ്ദം വരുന്നത്. ഇനി അവനന്തവാദ്യം അഥവാ തുകൽ വാദ്യം, തുകല് ഉപയോഗിച്ച് മൃദംഗം, ചെണ്ട, ശുദ്ധ മദ്ദളം, തബല, ഇടക്ക, മിഴാവ്, തകില് ഇവയിലൊക്കെ തുകല് യൂസ് ചെയ്തിട്ടുണ്ടാകും. അതായത് തോലിന്റെ ഒരു ഇതുള്ള വാദ്യങ്ങളാണ് ഇവ. പിന്നെ സുഷിരവാദ്യം, സുഷിരങ്ങളിലൂടെ ശ്വാസം കൊടുത്ത് ശബ്ദം വരുന്ന വാദ്യങ്ങളാണ് സുഷിരവാദ്യം. ഓടക്കുഴല്, നാഗസ്വരം, ശംഖ്, അതുപോലെ കുഴല് ഇവയൊക്കെ സുഷിരവാദ്യങ്ങളാണ്. ഇനി ഘനവാദ്യം, ഇലത്താളം, ഘടം, ചേങ്ങില, മണി എന്നിവ ഘനവാദ്യമാണ്. ഇനി പഞ്ചവാദ്യത്തിന്റെ 2 വകഭേദങ്ങളാണ് ക്രിയാംഗം, സേവാംഗം. സംഗീത ഉപകരണങ്ങൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ പട്ടണമാണ് തഞ്ചാവൂർ. ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളുമായും പൂജകളുമായും ബന്ധപ്പെട്ട പഞ്ചവാദ്യമാണ് ക്രിയാംഗ പഞ്ചവാദ്യം. ക്രിയാംഗ പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളാണ് തിമില, ചേങ്ങില, ശംഖ്, വീക്ക് ചെണ്ട, കൈമണി എന്നിവ. ഉത്സവങ്ങളിലും ഘോഷയാത്രകളിലും ഉപയോഗിക്കുന്ന പഞ്ചവാദ്യം സേവാംഗ പഞ്ചവാദ്യമാണ്. സേവാംഗ പഞ്ചവാദ്യമാണ് സാധാരണ പഞ്ചവാദ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സാധാരണ പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളാണ് തിമില, ചേങ്ങില, അതുപോലെ ശംഖ്, ഇടക്ക, മദ്ദളം എന്നിവ. കൊമ്പ്, കുഴല് തുടങ്ങിയ ഉപവാദ്യങ്ങളും ഇതിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ചേങ്ങിലക്ക് പകരം ചിലപ്പോൾ ഇലത്താളവും ഉപയോഗിക്കാറുണ്ട്. ആധുനിക സംഗീതത്തിൽ വാദ്യോപകരണങ്ങളെ 3ആയി വർഗീകരിച്ചിട്ടുണ്ട്. തന്ത്രിവാദ്യങ്ങൾ അഥവാ തന്ത്രികൾ ഉപയോഗിച്ച് വാദ്യങ്ങളിലെ തന്ത്രികളുടെ കമ്പനമനുസരിച്ച് നാദം ഉണ്ടാക്കുന്നവയാണ് തന്ത്രിവാദ്യങ്ങൾ. ഉദാഹരണം വീണ, ഗോട്ടുവാദ്യം, തമ്പുരു, വയലിൻ, സാരംഗി, ദിൽറുബ, പിയാനോ, സന്തൂർ ഇവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. അടുത്തതാണ് സുഷിരവാദ്യങ്ങൾ. വാദ്യങ്ങളുടെ ഉള്ളറകളിലെ വായു കമ്പനം ചെയ്ത് നാദം ഉണ്ടാകുന്നവയാണ് സുഷിരവാദ്യങ്ങൾ. ഹാർമോണിയം, പുല്ലാങ്കുഴല്,
നാഗസ്വരം, ഷഹ്നായി ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. അടുത്തതാണ് താളവാദ്യങ്ങൾ. വാദ്യങ്ങളിലെ വലിച്ചു മുറുക്കി കെട്ടിയ ചർമ്മത്തിലോ ലോഹത്തിലോ തട്ടി ശബ്ദം ഉണ്ടാകുന്നവയാണ് ഇവ. മൃദംഗം, തബല, ചെണ്ട, തകിൽ ഒക്കെ താളവാദ്യങ്ങൾക്ക് ഉദാഹരണമാണ്. കേരളത്തിന്റെ തനതായ ഒരു മേളവാദ്യമാണ് ഇടക്ക. പഞ്ചവാദ്യം, സോപാന സംഗീത, കഥകളി സംഗീതം തുടങ്ങിയവയിൽ ഈ വാദ്യം ഉപയോഗിക്കുന്നു. നിർമ്മാണ രീതിയിലുള്ള പ്രത്യേകതയനുസരിച്ച് താളവാദ്യ വിഭാഗത്തിൽ വരുന്നവയാണ് തുകൽ വാദ്യങ്ങളും ഘനവാദ്യങ്ങളും. വീണ എന്ന വാദ്യോപകരണവുമായി ബന്ധപ്പെട്ട കലാകാരനാണ് ചിട്ടി ബാബു. മോഹൻ വീണ എന്ന സംഗീതോപകരണം രൂപപ്പെടുത്തിയത് വിശ്വമോഹൻ ഭട്ടാണ്. തന്ത്രിവാദ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് വീണയാണ്. കേരളീയ ക്ഷേത്രവാദ്യങ്ങളുടെ എണ്ണം 18 പലതരത്തിലുള്ള സംഗീതോപകരണങ്ങൾ ഒത്തുചേർന്ന് വായിക്കുന്നത് ഓർക്കസ്ട്ര എന്നറിയപ്പെടുന്നു. ഈ നാടൻ വാദ്യോപകരണങ്ങൾ നോക്കാം. ചെണ്ട, തപ്പ്, തുടി, മരം എന്നിവയൊക്കെ നാടൻ വാദ്യോപകരണങ്ങളാണ്. പശ്ചിമ ബംഗാള്, ബംഗ്ലാദേശ്, ത്രിപുര, ആസാം, മേഘാലയ എന്നിവിടങ്ങളിൽ പ്രചാരത്തിലുള്ളതും ഇന്ത്യൻ നാടോടി സംഗീത സംസ്കാരത്തിൽ പ്രാധാന്യമുള്ളവയുമായ വിഭാഗമാണ് ബാവുൾ. ബാവുള് പറഞ്ഞിരുന്നു, പശ്ചിമ ബംഗാളിലെ നാടോടി പാട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പഞ്ചാബി, സിഖ് സംഗീതത്തിലും രവീന്ദ്ര സംഗീതത്തിലും ഉപയോഗിക്കുന്ന താന്ത്രിവാദ്യമാണ് എസ്രാജ്. ഇന്ത്യയിലെ ഓർക്കസ്ട്രയുടെ പുരാതന നാമം കടുപ്പ, പിന്നീടത് മേളം എന്ന അറിയപ്പെട്ടു. അപ്പോൾ ഇന്ത്യയിലെ പുരാതനമായ ഓർക്കസ്ട്ര കടുപ്പ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് അത് മേളം എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. നാടൻ കലാരൂപങ്ങളിലും ചെറു സംഘങ്ങളായുള്ള മേളങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. നെയ്യാടി മേളം, ഉറുമി മേളം, ചെണ്ടമേളം എന്നിവയൊക്കെ ഇതിനുദാഹരണങ്ങളാണ്. നാഗസ്വര മേളമാണ് പെരിയ മേളം എന്നറിയപ്പെടുന്നത്. യാഴ് എന്ന സംഗീത ഉപകരണത്തിന്റെ ആദ്യ രൂപം അറിയപ്പെടുന്നത് വില്യാഴ് എന്നാണ്. ദേശയാഴ്, ശിരിയാഴ്, സഗോഡയാഴ്, മകരയാഴ് എന്നിവ പിന്നീടുണ്ടായ യാഴുകളാണ്. ഒരു വശം മാത്രം തോൽ പൊതിഞ്ഞ ചെറുതരം വാദ്യോപകരണമാണ് ഗഞ്ചിറ. നാടൻ പാട്ടിൽ വാദ്യോപകരണമായും കർണാടക സംഗീത കച്ചേരികളിൽ ഉപപക്കവാദ്യമായും ഗഞ്ചിറ ഉപയോഗിക്കുന്നു. കർണാടക സംഗീതത്തിലെ പ്രശസ്തനായ ഗഞ്ചിറ വാദ്യ കലാകാരനാണ് ജി ഹരിശങ്കർ. നർത്തകനും അകമ്പടി വാദ്യക്കാരും ഉൾപ്പെടുന്ന ഭരതനാട്യ സംഘമാണ് ചിന്നമേളം. അപ്പോൾ നർത്തകരും അതുപോലെ തന്നെ അകമ്പടി വാദ്യക്കാരും ഉൾപ്പെടുന്ന ഭരതനാട്യ സംഘം അറിയപ്പെടുന്നത് ചിന്നമേളം എന്നാണ്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാദ്യോപകരണങ്ങൾ ഇലക്ട്രോണിക് വാദ്യങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഉദാഹരണം റിതം പാഡ്, കീബോർഡ് ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇനി വാദ്യോപകരണങ്ങളുമായി ബന്ധപ്പെട്ട പ്രശസ്തരായ വ്യക്തികൾ നോക്കാം. കുടമാളൂർ ജനാർദ്ദൻ കേരളത്തിലെ പ്രശസ്തനായ പുല്ലാങ്കുഴൽ വിദഗ്ധനാണ് ഇദ്ദേഹം. 1969 ജൂലൈ 21 കേരളത്തിലെ ഒരു സംഗീത കുടുംബത്തിൽ ജനിച്ച കുടമാളൂർ ജനാർദ്ദൻ കർണാടക സംഗീത മേഖലയിലെ പുല്ലാങ്കുഴൽ വിദഗ്ധനാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാന ആൽബങ്ങളാണ് കേളി, ദ സിംഫണി ഓഫ് ലവ്, മോഹനമുരളി, മാധവമുരളി, അഖിലാണ്ടേശ്വരി, വർണ്ണമുരളി എന്നിവ. പുല്ലാങ്കുഴൽ കൂടാതെ മൃദംഗം, വയലിൻ എന്നീ വാദ്യോപകരണങ്ങളിലും ഇദ്ദേഹം പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. അടുത്തതാണ് രാജേഷ് ചേർത്തല. 1978 ജൂലൈ 9 ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് ഇദ്ദേഹം ജനിച്ചത്. കേരളത്തിലെ ആധുനിക തലമുറയിലെ അറിയപ്പെടുന്ന പുല്ലാങ്കുഴൽ വിദഗ്ധനാണ് ഇദ്ദേഹം. 2017 ബാബ അലക്സാണ്ടർ സോഷ്യൽ ആക്ടിവിസ്റ്റീസ് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു രാജേഷ് ചേർത്തലക്ക്. ഇനി TN കൃഷ്ണൻ 1928 ഒക്ടോബർ 6 തൃപ്പൂണിത്തുറയിലാണ് ജനിച്ചത്. കേരളത്തിലെ പ്രശസ്തനായ കർണാടക സംഗീതത്തിലെ വയലിൻ വിദഗ്ധനാണ് ഇദ്ദേഹം. കർണാടക സംഗീതത്തിലെ വയലിൻ ത്രിമൂർത്തികളിൽ ഒരാളാണ് ഇദ്ദേഹം. മറ്റു 2 പേരാണ് ലാൽഗുഡി ജയരാമൻ അതുപോലെ MS ഗോപാലകൃഷ്ണൻ എന്നിവരാണ് മറ്റു 2 പേർ. അതിലെ വയലിൻ ത്രിമൂർത്തികളിൽ ഒരാളാണ് TN കൃഷ്ണൻ. ഇനി 1973 പത്മശ്രീയും 1992 പത്മഭൂഷണും ലഭിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറ ദേവസ്ഥാനത്തെ ആസ്ഥാന വിദ്വാൻ പദവി ലഭിച്ചിട്ടുണ്ട്. ഇനി മറ്റു പ്രധാന പുരസ്കാരങ്ങളാണ് സംഗീത നാടക അക്കാദമി അവാർഡ് 1974 ലഭിച്ചത്. സംഗീത കലാനിധി
അവാർഡ്, മദ്രാസ് അക്കാദമിയിൽ നിന്നും സംഗീത കലാനിധി അവാർഡ് 1980 ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. 2022 സ്വാതി സംഗീത പുരസ്കാരവും 2002 സ്വാതി സംഗീത പുരസ്കാരവും 2006 സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. 2020 നവംബർ 2 ഇദ്ദേഹം അന്തരിച്ചത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട വ്യക്തിയാണ് ബി ശശികുമാർ. 1949 തിരുവനന്തപുരത്താണ് അദ്ദേഹം ജനിച്ചത്. കേരളത്തിലെ പ്രശസ്ത കർണാടക സംഗീതജ്ഞനും വയലിനിസ്റ്റും അധ്യാപകനും ഗാനരചയിതാവുമായ വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ സംഗീത സൃഷ്ടികളായ ഗുരു സാക്ഷാത് പരബ്രഹ്മ, മാധവ മാനവം, കാവേരി, കർണകി, സംഘഗാനം എന്നിവ ഓൾ ഇന്ത്യ റേഡിയോയുടെ ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട അവാർഡുകളാണ് 2008 അദ്ദേഹത്തിന് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. 2002 അദ്ദേഹത്തിന് കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത പ്രധാനപ്പെട്ട വ്യക്തിയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ബാലഭാസ്കർ. 1978 ജൂലൈ 10 തിരുവനന്തപുരത്താണ് ഇദ്ദേഹം ജനിച്ചത്. കേരളത്തിലെ യുവതലമുറയുടെ പ്രശസ്ത വയലിനിസ്റ്റും സംഗീത സംവിധായകനുമായിരുന്ന വ്യക്തിയാണ് ബാലഭാസ്കർ. കേരളത്തിൽ ആദ്യമായി ഇലക്ട്രിക് വയലിൻ പരിചയപ്പെടുത്തിയത് ബാലഭാസ്കർ ആണ്. 17-ാം വയസ്സിൽ മംഗല്യപ്പല്ലക്ക് എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണം ഒരുക്കിയതോടെ മലയാള സിനിമയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സംഗീത സംവിധായകൻ എന്ന ഖ്യാതി സ്വന്തമാക്കി. ബാലഭാസ്കർ സംഗീത സംവിധാനം നിർവഹിച്ച പ്രധാന ചലച്ചിത്രങ്ങളാണ് മംഗല്യപ്പല്ലക്ക്, പാഞ്ചജന്യം, മോക്ഷം, കണ്ണാടിക്കടവത്ത് എന്നിവ. ഇനി അദ്ദേഹത്തിന്റെ പ്രധാന അവാർഡുകളാണ് ലൈറ്റ് ഇറ്റ് ബി, 2010 ഇത് പുറത്തിറക്കിയത്. ഭജതി, നിനക്കായി, ആദ്യമായി, ഹാർട്ട് ബീറ്റ്സ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആൽബങ്ങളാണ്. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ബിസ്മില്ല ഖാൻ യുവ സംഗീതക്കാർ പുരസ്കാർ ലഭിച്ചിട്ടുണ്ട്. വയലിനാണ് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ 2018 ഒരു വാഹനാപകടത്തിലായിരുന്നു ഇദ്ദേഹം മരണപ്പെട്ടത്. 2018 ഒക്ടോബർ 2 ഇദ്ദേഹം അന്തരിച്ചത്. ഇനി അടുത്തതാണ് പാലക്കാട് TS മണി അയ്യർ. 1912 ജൂലൈ 12 പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തിയിലാണ് ഇദ്ദേഹം ജനിച്ചത്. കേരളത്തിലെ മൃദംഗ വിദ്വാൻമാരിൽ പ്രഥമ സ്ഥാനീയനായ ഇദ്ദേഹം മൃദംഗ വാദകത്രയങ്ങളിൽ ഒരാളാണ്. മറ്റ് 2 പേര്, അതായത് മൃദംഗവുമായി ബന്ധപ്പെട്ട മൃദംഗ വാദകത്രയങ്ങളിലെ ഒരാളാണ് ഇദ്ദേഹം. മറ്റ് 2 പേര് പളനി സുബ്രഹ്മണ്യ പിള്ള, അതുപോലെ രാമനാഥപുരം CS മുരുക ഭൂപതി എന്നിവരാണ് മറ്റു 2 പേർ. ഇനി തഞ്ചാവൂർ വൈദ്യനാഥ ഭാഗവതരായിരുന്നു മൃദംഗത്തിൽ ഇദ്ദേഹത്തിന്റെ ഗുരു. 1940 തിരുവിതാംകൂർ മഹാരാജാവിന്റെ ആസ്ഥാന വിദ്വാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. മൃദംഗ ചക്രവർത്തി എന്ന് വിശേഷിക്കപ്പെടുന്നത് പാലക്കാട് TS മണി അയ്യരെയാണ്. സംഗീത കലാനിധി പട്ടവും പത്മഭൂഷൺ 1979 പത്മഭൂഷണും 1966 സംഗീത കലാനിധി പട്ടവും നേടിയ മൃദംഗ വിദ്വാനാണ് ഇദ്ദേഹം. ഇനി അടുത്തതാണ് മാവേലിക്കര വേലുക്കുട്ടി നായർ. 1926 ഒക്ടോബർ 2 മാവേലിക്കരയിലാണ് ഇദ്ദേഹം ജനിച്ചത്. കേരളത്തിലെ പ്രശസ്ത മൃദംഗ വിദ്വാനും പ്രശസ്ത കർണാടക സംഗീതജ്ഞനുമായിരുന്നു ഇദ്ദേഹം. പ്രമുഖ മൃദംഗ വിദ്വാനായ പാലക്കാട് മണി അയ്യരുടെ ശിഷ്യനാണ് ഇദ്ദേഹം. തിരുവനന്തപുരം ശ്രീ സ്വാതി തിരുനാൾ സംഗീത കോളേജ് മൃദംഗ വിഭാഗത്തിലെ ആദ്യ അധ്യാപകനാണ് ഇദ്ദേഹം. പ്രധാന അവാർഡുകളാണ് കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ടാഗോർ സമ്മാന്, അതുപോലെ കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം, മൃദംഗ കലാ ശിരോമണി അവാർഡൊക്കെ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2012 ജൂലൈ 24 ഇദ്ദേഹം അന്തരിച്ചത്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കുഴൽമന്ദം G രാമകൃഷ്ണൻ. 1971 ജനനം. കേരളത്തിൽ നിലവിലുള്ള മൃദംഗ വിദ്വാൻമാരിൽ പ്രശസ്തനാണ് ഇദ്ദേഹം. 21 ദിവസം കൊണ്ട് 501 മണിക്കൂർ മൃദംഗം വായിച്ച് ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് നേടിയ വ്യക്തിയാണ് കുഴൽമന്ദം G രാമകൃഷ്ണൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. 2018 കേരള സർക്കാർ സത് മൃദംഗം രൂപകൽപ്പന ചെയ്തതിനുള്ള പേറ്റന്റ് 2018 കേന്ദ്ര സർക്കാർ സത് മൃദംഗത്തിന്റെ ഏറ്റവും
ഭാരം കുറഞ്ഞൊരു പതിപ്പാണിത്. സത് മൃദംഗം. ഇത് രൂപകൽപ്പന ചെയ്തത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന് 2018 കേന്ദ്ര സർക്കാർ പേറ്റന്റ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇനി കെ എസ് നാരായണ സ്വാമി 1914 പാലക്കാട് ജില്ലയിലെ കൊടുവായൂർ എന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത്. കേരളത്തിലെ വൈണിക്കരയിൽ വളരെ പ്രശസ്തനായ കേരളത്തിലെ വൈണിക്കരിൽ വളരെ പ്രശസ്തനാണ് KS നാരായണ സ്വാമി. 1968 ദേശീയ സംഗീത നാടക അക്കാദമി അവാർഡും 1977 പത്മഭൂഷണും ലഭിച്ചു. പ്രശസ്ത പാശ്ചാത്യ സംഗീതജ്ഞൻ യഹൂദി മെനൂഹിന്റെ ക്ഷണപ്രകാരം ലണ്ടനിൽ വെച്ച് നടന്ന ബാത്ത് അന്താരാഷ്ട്ര സംഗീതോത്സവത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ഇദ്ദേഹം. 1977 ഇദ്ദേഹം അന്തരിച്ചത്. ഇനി അടുത്ത വ്യക്തിയാണ് പെരുവനം കുട്ടൻ മാരാർ. 1953 നവംബർ 25 തൃശൂർ ജില്ലയിൽ പെരുവനത്താണ് ജനിച്ചത്. കേരളത്തിലെ പ്രശസ്ത ചെണ്ട കലാകാരനാണ് ഇദ്ദേഹം. പെരുവനം കുട്ടൻ മാരാർ ആദ്യമായി മേള പ്രമാണിയാകുന്നത് 1982 ഗുരുവായൂർ ദശമി വിളക്കിനാണ്. 2011 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു ഇദ്ദേഹത്തെ. ഇനി അടുത്തതാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി. 1954 ഓഗസ്റ്റ് 22 തലശ്ശേരിയിലാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ ജനനം. കൊട്ടിന് മട്ടന്നൂർ എന്നൊരു ചൊല്ല് ഇന്ന് ചെണ്ടമേള രംഗത്ത് പ്രസിദ്ധമാണ്. അത് ഇദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് വന്നത്. ഇനി കേരളത്തിനെ സാംസ്കാരിക അടയാളമായി തായമ്പകയെ മാറ്റിയത് മട്ടന്നൂരാണ്. ഫ്യൂഷൻ സംഗീതത്തിൽ ചെണ്ടയുടെ പ്രാധാന്യം ഉൾക്കൊള്ളിച്ചത് മട്ടന്നൂരാണ്. 2009 പത്മശ്രീയും SCRT പ്രകാരം 2007 പത്മശ്രീ ലഭിച്ചത്. അതുപോലെ 2013 സംഗീത നാടക അക്കാദമി അവാർഡും ലഭിച്ചു. അടുത്തതാണ് പല്ലാവൂർ അപ്പുമാരാർ. 1928 പാലക്കാട് ജില്ലയിലെ പല്ലാവൂരിലാണ് ഇദ്ദേഹം ജനിച്ചത്. കേരളത്തിലെ വാദ്യ കലാരംഗത്തെ അതികായകനായിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. പഞ്ചവാദ്യം, തായമ്പക, സോപാന സംഗീതം എന്നിവയിൽ അഗ്രഗണ്യനായിരുന്നു ഇദ്ദേഹം. പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ് 1985 കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. 1993 കേരള കലാമണ്ഡലം അവാർഡും 1995 ഗുരുവായൂരപ്പൻ പുരസ്കാരവും ലഭിച്ചു. 2002 ഇദ്ദേഹം അന്തരിച്ചത്. ഇദ്ദേഹത്തോടുള്ള ആദര സൂചകമായി കേരള സർക്കാർ ഏറ്റവും മികച്ച വാദ്യ കലാകാരനുള്ള പുരസ്കാരമായി പല്ലാവൂർ അപ്പുമാരാർ അവാർഡ് നൽകി വരുന്നു. 2022 പല്ലാവൂർ അപ്പുമാരാർ അവാർഡ് പുരസ്കാരം ലഭിച്ചത് പുലാപ്പറ്റ ബാലകൃഷ്ണനാണ്. മദ്ദളത്തിനാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത്. ഇനി അടുത്തതാണ് PK നാരായണൻ നമ്പ്യാർ. 1927 കിള്ളിക്കുറിശി മംഗലം ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. കേരളത്തിലെ പ്രശസ്ത മിഴാവു വാദ്യക്കാരനാണ് ഇദ്ദേഹം. ഇന്ത്യയിൽ ആദ്യമായി പത്മശ്രീ നേടിയ ആദ്യ വാദ്യ കലാകാരനാണ്. മിഴാവിനാണ് ലഭിച്ചത് ഇദ്ദേഹമാണ്. അച്ഛനായ മണിമാധവ ചാക്യാരിന്റെ കീഴിലാണ് ഇദ്ദേഹം കൂത്തും കൂടിയാട്ടവും അഭ്യസിച്ചത്. പ്രധാന പുരസ്കാരങ്ങൾ 1985 കേരള കലാമണ്ഡലം അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1993 ഗുരുവായൂരപ്പൻ അവാർഡും 1994 കേരള സംഗീത നാടക അക്കാദമി അവാർഡും ലഭിച്ചു. അതുപോലെ 2008 പത്മശ്രീ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് കുറച്ച് കറന്റ് ഫാക്ടേഴ്സ് നോക്കാം. 2025 പത്മഭൂഷൺ ലഭിച്ച വയലിൻ കലാകാരിയാണ് ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം. 2024 അന്തരിച്ച പ്രശസ്ത മൃദംഗ വിദ്വാനാണ് വരദറാവു കമലാകർ റാവു. അതുപോലെ 2024 നവംബറിൽ അന്തരിച്ച സാരംഗി സംഗീതജ്ഞനാണ് പണ്ഡിറ്റ് രാം നാരായണൻ. 2024 നവംബറിൽ അന്തരിച്ച സരോദ് സംഗീതജ്ഞനാണ് ആഷിഖ് ഖാന്. 108 മണിക്കൂർ പുല്ലാങ്കുഴൽ വായിച്ച ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളി പ്രതിഭയാണ് മുരളി നാരായണൻ. അപ്പോൾ ഗിന്നസ് റെക്കോർഡുമായി നമ്മൾ 3 പേരെയാണ് പറഞ്ഞത്. കുഴൽമന്ദം, അതുപോലെ ആശാ ഭോസ്ലെ, പിന്നെ മുരളി നാരായണൻ. ഇവ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയും ഭാഗമാണ് സംഗീതം എന്ന ടോപ്പിക്കിൽ നിന്നും പഠിച്ചത്. ഇതോടെ ഈ ടോപ്പിക് ഇവിടെ അവസാനിച്ചു.
ഇനി ആർട്സിലെ തന്നെ പുതിയൊരു ടോപ്പിക്കുമായി വരാം. താങ്ക്